Good evening, students. നമ്മൾ റിലേഷൻസ് പഠിച്ചു, ഫങ്ഷൻസ് എന്താണെന്ന് പഠിച്ചു. അതിൽ 1 on 2 പഠിച്ചു. ഫങ്ഷൻസിൽ ബൈജക്റ്റീവ് ഫങ്ഷൻസ് പഠിച്ചു, ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കോമ്പോസിഷൻ പഠിച്ചു. അപ്പോൾ നമ്മൾ കോമ്പോസിഷൻ വെച്ചിട്ടുള്ള രണ്ട് പ്രോബ്ലംസും കോമ്പോസിഷൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ടുള്ള ഇൻവേഴ്സും കണ്ടുപിടിക്കാനാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യം എഫ് എന്നൊരു ഫങ്ഷൻ എയിൽ നിന്ന് ബിയിലോട്ട് ഡിഫൈൻ ചെയ്യുന്നു. ജി എന്ന് പറയുന്നത് ബിയിൽ നിന്ന് സിയിലോട്ട്. ഈ എഫും ജിയും 1 ആണെങ്കിൽ ജി കോമ്പോസിഷൻ എഫും 1 ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് 1 പ്രോപ്പർട്ടി എന്താണെന്ന് അറിയാം. ഇപ്പോൾ എഫ് 1 ഫംഗ്ഷൻ ആകണമെങ്കിൽ എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് എടുക്കുമ്പോൾ x1 ഈക്വൽ ടു x2 കിട്ടണം. അങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് ജി കോമ്പോസിഷൻ എഫ് ആണ് 1 എന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ജി കോമ്പോസിഷൻ എഫ് ഓഫ് x1 ഈക്വൽ ടു ജി കോമ്പോസിഷൻ എഫ് ഓഫ് x2 എന്ന് എടുക്കുന്നു. അപ്പോൾ കോമ്പോസിഷൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുമ്പോൾ ജി ഓഫ് എഫ്. ഇപ്പോൾ ജി കോമ്പോസിഷൻ എഫ് ഓഫ് x1ന് ജി ഓഫ് എഫ് ഓഫ് x1 എന്ന് എഴുതാം. ജി കോമ്പോസിഷൻ എഫ് ഓഫ് x2ന് ജി ഓഫ് എഫ് ഓഫ് x2 എന്ന് എഴുതാം. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ജി എന്ന ഫംഗ്ഷൻ 1 ആണ്. അപ്പോൾ ജി 1 ആയതുകൊണ്ട് ജി എന്ന ഫംഗ്ഷൻ വെച്ച് രണ്ട് എലമെൻസിൻ്റെ ഇമേജ് സെയിം ആയാൽ ആ എലമെൻസും സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ എഫ് ഓഫ് x1ൻ്റെയും എഫ് ഓഫ് x2വിൻ്റെയും ഇമേജസ് സെയിം. അപ്പോൾ എഫ് ഓഫ് x1ഉം എഫ് ഓഫ് x2വും ഈക്വൽ ആയിരിക്കും, കാരണം ജി 1 ആണ്. ഇനി എഫ് എന്ന ഫംഗ്ഷൻ 1 ആണ്. അപ്പോൾ എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ആകുമ്പോൾ x1 ഈക്വൽ ടു x2 നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ജി കോമ്പോസിഷൻ എഫ് ഓഫ് x1 ഈക്വൽ ടു ജി കോമ്പോസിഷൻ എഫ് ഓഫ് x2 എന്ന് എടുത്തപ്പോൾ x1 ഈക്വൽ ടു x2 എന്ന് കിട്ടും. ദെയർഫോർ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് എന്ത് ഫംഗ്ഷനായി? 1. ഇനി അതുപോലെ തന്നെ ജിയും എഫും ഓൺ 2 ആണെങ്കിൽ ജി കോമ്പോസിഷൻ എഫും ഓൺ 2 ആയിരിക്കും. അതാണ് നമുക്ക് അടുത്ത് പഠിക്കേണ്ടത്. അപ്പോൾ നമുക്കൊന്ന് പ്രൂവ് ചെയ്യാം. എങ്ങനെ പ്രൂവ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ആരോ ഡയഗ്രം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് എഫ് എയിൽ നിന്ന് ബിയിലോട്ടുള്ള ഫംഗ്ഷൻ ഓൺ 2 ആണ്, ജി ബിയിൽ നിന്ന് സിയിലോട്ടുള്ള ഫംഗ്ഷനും ഓൺ 2 ആണ്. എന്താണ് ഓൺ 2 എന്നറിയാം നമുക്ക്. കോഡൊമൈനിൽ ഒരു എലമെൻ്റ് എടുക്കുമ്പോൾ അതിന് പ്രീ ഇമേജ് ഡൊമൈനിൽ ഉണ്ടാകണം. അപ്പോൾ എഫ് ഓൺ 2 ആകുമ്പോൾ ബിയിൽ ഒരു എലമെൻ്റ് എടുത്താൽ അതിൻ്റെ പ്രീ ഇമേജ് എവിടെയുണ്ട്? എയിലുണ്ട്. അപ്പോൾ ജി ഓൺ 2 ആകുമ്പോൾ സിയിൽ ഒരു എലമെൻ്റ് എടുക്കുമ്പോൾ അതിൻ്റെ പ്രീ ഇമേജ് ബിയിലും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ആരോ ഡയഗ്രം നോക്കുമ്പോൾ എയിൽ നിന്ന് ബിയിലോട്ടുള്ള ഫംഗ്ഷൻ എഫ്, ബിയിൽ നിന്ന് സിയിലോട്ടുള്ള ഫംഗ്ഷൻ ജി. അപ്പോൾ നമ്മൾ സിയിൽ നിന്ന് ഒരു എലമെൻറ്റ് ഇസഡ് എടുക്കുന്നു. സിയിൽ ഒരു എലമെൻറ്റ് ഇസഡ് എടുക്കുമ്പോൾ ആ സിക്കൊരു പ്രീ ഇമേജ് എവിടെ ഉണ്ടാവും? ബിയിലുണ്ടാവും, കാരണം ജി എന്ന് പറയുന്നത് ഓൺ 2 ഫംഗ്ഷൻ. അതുപോലെ ബിയിലൊരു എലമെൻറ്റ് വൈ എടുത്താൽ അതിൻ്റെ പ്രീ ഇമേജ് എവിടെ ഉണ്ടാവും? എയിലുണ്ടാവും, കാരണം എഫ് എന്ന് പറയുന്നത് ഓൺ 2 ഫംഗ്ഷനാണ്. അപ്പോൾ ആ എക്സ് എയിലുണ്ടാകുമ്പോൾ എഫ് ഓഫ് എക്സ് എവിടെ ഉണ്ടാവും? ബിക്കകത്തുണ്ടാവും. അതിന് നമ്മൾ വൈ ആണെന്ന് എടുക്കുന്നു. വൈ ആണ് എഫ് ഓഫ് എക്സ്. അതുപോലെ സിയിലൊരു എലമെൻ്റ് എടുക്കുന്നു ഇസഡ്. അപ്പോൾ ജി എന്ന ഫംഗ്ഷൻ ഓൺ 2 ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു പ്രീ ഇമേജ് അന്നേരം എവിടെ ഉണ്ടാവും? ബിയിലുണ്ടാവും. ആ പ്രീ ഇമേജ് ആണ് ഇത് വൈ. ആ വൈ ഏതിന് ഈക്വലാണ്? എഫ് ഓഫ് എക്സിന് ഈക്വലാണ്. അപ്പോൾ എഫ് ഓഫ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എലമെൻ്റ് എവിടെയുണ്ട്? പ്രീ ഇമേജ് എക്കകത്തും ഉണ്ട്. അപ്പോൾ സിയിൽ ഒരു എലമെൻറ്റ് ഇസഡ് എടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു പ്രീ ഇമേജ് എയിൽ ഉണ്ട് നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഈ ജി കോമ്പോസിഷൻ എഫ് എന്ത് ഫംഗ്ഷൻ ആവും? ഓൺ 2 ഫംഗ്ഷൻ ആകും. അപ്പോൾ നമ്മൾ സിയിൽ ഒരു എലമെൻ്റ് എടുത്തു ഇസഡ്. ജി ഓൺ 2 ആണെന്നുള്ളത് കൊണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ജി എഫ് വൈ ഈക്വൽ ടു ഇസഡ് ആകുന്ന വിധത്തിലുള്ള ഒരു വൈ എവിടെ ഉണ്ടാവും? ബിക്കകത്തുണ്ടാവും. ഇനി ആ ബിക്കകത്തൊരു എലമെൻ്റ് വൈ ആണെന്നുള്ളത് കൊണ്ട് എഫ് ഓൺ 2 ഫംഗ്ഷൻ ആണ് എന്നുള്ളത് കൊണ്ട്
എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ ആകുന്ന വിധത്തിലുള്ള ഒരു എക്സ് എയിലുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടി, നമുക്കറിയാം ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. ആ എഫ് ഓഫ് എക്സ് വൈക്ക് ഈക്വലാണ് നമ്മൾ കണ്ടു. അപ്പോൾ ജി ഓഫ് വൈ എന്ന് എഴുതാം. ജി ഓഫ് വൈ എന്ന് പറയുന്ന ഏതാണെന്ന് കണ്ടു, ഇസഡ് ആണെന്ന് നമ്മൾ ഈ ഫിഗറിൽ കണ്ടു. അപ്പോൾ സിയിലൊരു എലമെൻ്റ് എടുത്തപ്പോൾ അതിൻ്റെ പ്രീ ഇമേജ് എവിടെയുണ്ട് നമുക്ക് കിട്ടി, എക്കകത്തുണ്ട് എന്ന് കിട്ടി. അപ്പോൾ ഈ ജി കോമ്പോസിഷൻ എഫ് എന്നൊരു ഫംഗ്ഷൻ എന്തായി, ഓൺ ടു ഫംഗ്ഷനായി. അപ്പോൾ ജി കോമ്പോസിഷൻ എഫ് 1 ആണ്, ജി കോമ്പോസിഷൻ എഫ് ഓൺ ടു ആണ്. അപ്പോൾ ജി കോമ്പോസിഷൻ എഫ് എന്താവും, ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആകും. ഇനി നമുക്ക് കോമ്പോസിഷൻ വച്ചിട്ട് ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്ന എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, എഫ് എന്ന ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആകണമെങ്കിൽ അതിന് ജി എന്നൊരു ഫംഗ്ഷൻ എടുക്കുമ്പോൾ എഫ് കോമ്പോസിഷൻ ജിയും ഐഡൻറ്റിറ്റി ആകണം, ജി കോമ്പോസിഷൻ എഫും ഐഡൻറ്റിറ്റി ആകണം. അപ്പോൾ ഇവിടെ എന്നിൽ നിന്ന് ആറിലോട്ടൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു, എഫ് എഫ് എക്സ് 4x² + 12x + 15. ഇത് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ഈ എഫ് ഇൻവേർട്ടിബിൾ ആണ് എന്നും അതിൻ്റെ ഇൻവേഴ്സും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൽ റേഞ്ചിന് എസ് ആയിട്ട് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എസ്സിലെ എല്ലാ എലമെൻസിനും എന്തുണ്ടാവും, പ്രീ ഇമേജ് ഉണ്ടാവും. അപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ ആൻസർ 4x² + 12x + 15 ആകുന്ന വിധത്തിലുള്ള എലമെൻറ്റ്സ് മാത്രമേ എവിടെയുള്ളൂ, എസ്സിനകത്ത് ഉള്ളൂ. അപ്പോൾ ഇവിടെ വൈ എസ്സിൽ നിന്ന് നമ്മൾ എടുക്കുന്നു, റേഞ്ചിൽ നിന്ന് ഒരു എലമെൻ്റ് എടുക്കുന്നു വൈ. അതുകൊണ്ട് ആ വൈ ഏതിന് ഈക്വൽ ആവും, എഫ് ഓഫ് എക്സിന് ഈക്വൽ ആവും. നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 4x² + 12x + 15 ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റാം. അപ്പോൾ 4x² നമുക്ക് അറിയാം, 2x ² നമുക്ക് എഴുതാം. അപ്പോൾ a + b ² എന്ന് പറയുമ്പോൾ a² + 2ab + b² എന്ന ഫോമിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ a² നമുക്കുണ്ട് 2x². അപ്പോൾ 12xനെ 2ab എന്നാക്കണം. അപ്പോൾ b ഏതാ വരേണ്ടതെന്ന് നോക്കാം. അപ്പോൾ 12x നമുക്ക് 2 × 2x. അപ്പോൾ 4x ആയി, ഇൻറ്റു 3 ആയാൽ അത് ഏതാവത്തുള്ളൂ, 12x ആവത്തുള്ളൂ. അപ്പോൾ b ഏതായിരിക്കും, 3 ആയിരിക്കും. അപ്പോൾ 2x × 3 എന്ന് എഴുതി, പ്ലസ് 3യുടെ സ്ക്വയർ 9. ആ 15 നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു, 9 + 6. അപ്പോൾ ഈ ആദ്യത്തെ 3 ടേമും കൂടെ ചേർത്ത് നമുക്ക് എന്ത് എഴുതാം, 2x + 3 ² + 6. 6നെ ലെഫ്റ്റ് സൈഡ് കൊണ്ടുവരുന്നു, y - 6, y - 6 2x + 3 ² ആവും. അതിൽ നിന്ന് 2x + 3 എന്ന് പറയുന്നത് √y - 6. ഇപ്പോൾ 2x എന്ന് പറയുന്നത് എന്ത് കിട്ടും, 3 അപ്പുറേ പോകുമ്പോൾ √y - 6 - 3. അപ്പോൾ എക്സ് നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. ഈ 2 റൈറ്റ് സൈഡ് പോകുമ്പോൾ /2i. എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മളവിടെ ജി എന്നൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യും. നമ്മുടെ എഫ് എന്ന ഫംഗ്ഷൻ എന്നിൽ നിന്ന് എസ്സിലോട്ട്. അപ്പോൾ തിരിച്ച് നമ്മൾ ജി ഡിഫൈൻ ചെയ്യേണ്ടത് എസ്സിൽ നിന്ന് എന്നിലോട്ട്. അപ്പോൾ എസ്സിൽ നിന്ന് എന്നിലോട്ട് ഒരു ഫംഗ്ഷൻ ജി ഡിഫൈൻ ചെയ്യുന്നു. ആ ജി ഡിഫൈൻ ചെയ്യേണ്ടത് ഈ എക്സിന് കിട്ടിയ ആൻസറാണ്. അപ്പോൾ ജി ഓഫ് വൈ ഈക്വൽ ടു √y - 6 - 3/2. ഇനി നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എന്താ, ജി കോമ്പോസിഷൻ എഫും ഐഡൻറ്റിറ്റി ആകണം, എഫ് കോമ്പോസിഷൻ ജിയും ഐഡൻറ്റിറ്റി ആകണം. അപ്പോൾ ജി കോമ്പോസിഷൻ എഫ് കണ്ടുപിടിക്കുന്നു, ജി ഓഫ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ നമ്മൾ കൊടുക്കുന്നു, 4x² + 12x + 15. അതിന് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ ഫോമിലാക്കി വെച്ചിട്ടുണ്ട്, 2x + 3 ² + 6. ഇനി ഈ ജി എന്ന ഫംഗ്ഷനിൽ വൈക്ക് പകരമാണ് ഈ ഉള്ളിലുള്ള ഫംഗ്ഷൻ നമ്മൾ കൊടുക്കുക. അത് കൊടുക്കുമ്പോൾ √y - 6, ആ വൈക്ക് പകരം ഈ ഉള്ളിലെ ഫംഗ്ഷൻ, ദാറ്റ് ഈസ് 2x + 3 ² + 6 -6 അവിടെയുണ്ട്, -3/2. 6 6 ക്യാൻസലായി പോവും. അന്നേരം √2x + 3 ² ആൻസർ എന്താവും, 2x + 3 -3/2. 3 കട്ടാവും, 2x/2 ആകും. അതിൻ്റെ ആൻസർ നമുക്ക് എന്ത് കിട്ടും, എക്സ്. അപ്പോൾ ജി കോമ്പോസിഷൻ എഫിൻ്റെ ആൻസർ ഇതായി, ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ആയി. ഇനി നമ്മൾ എഫ് കോമ്പോസിഷൻ ജി. അപ്പോൾ എഫ് കോമ്പോസിഷൻ ജി എന്ന് പറയുമ്പോൾ എഫ് ഓഫ് ജി ഓഫ് വൈ.
ദാറ്റ് ഈസ് എഫ് ഓഫ് ജി എഫ് വൈയുടെ ആൻസർ കൊടുക്കുന്നു √(y-6 - 3). ഇനി എഫ് എന്ന ഫംഗ്ഷനിൽ എക്സ് ഉള്ളിടത്ത് നമ്മൾ ഏത് കൊടുക്കുക? ഈ ആൻസർ കൊടുക്കാം. നമുക്കറിയാം 2x + 3 ² + 6. ആ എക്സിന് പകരമാണ് ഈ ഉള്ളിലെ ഫംഗ്ഷൻ നമ്മൾ കൊടുക്കുക. അപ്പോൾ ഇവിടെ 2 കട്ടായി പോവും. 2 കട്ടായി പോകുമ്പോൾ √(y-6 - 3 + 3 ² + 6 ആവും. വീണ്ടും 3 കട്ടാവും. അപ്പോൾ √(y-6 ² + 6). √(y-6 എന്ന് പറയുമ്പോൾ y-6 ആവും. 6 ക്യാൻസലായി നമുക്ക് ഇത് കിട്ടും? y കിട്ടും. അപ്പോൾ എഫ് കോമ്പോസിഷൻ ജി ഓഫ് വൈയുടെ ആൻസർ y ആയി. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സിൻ്റെ ആൻസർ നമുക്ക് ഏത് കിട്ടി? എക്സ് കിട്ടി. അപ്പോൾ രണ്ടും ഐഡൻറ്റിറ്റി ഫംഗ്ഷനായി മാറി. അപ്പോൾ രണ്ടും ഐഡൻറ്റിറ്റി ആണ് എന്നുള്ളത് കൊണ്ട് എഫ് ഏത് ഫംഗ്ഷനാവും? ഇൻവേർട്ടിബിൾ ആകും. ആ എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ജിക്ക് ഈക്വലാണ്. ഇങ്ങനെയാണ് നമ്മൾ കോമ്പോസിഷൻ വച്ചിട്ട് ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. ഇത് മറ്റൊരു തരത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എഫ് 1 ആണെന്ന് പ്രൂവ് ചെയ്യണം, ഓൺ 2 ആണെന്നും പ്രൂവ് ചെയ്യണം. 1 ഓൺ 2 ആകുമ്പോൾ അത് ബൈജക്റ്റീവ് ആകും. എല്ലാ ബൈജക്റ്റീവ് ഫംഗ്ഷനും ഇൻവേർട്ടിബിൾ ആണ്. അന്നേരം ആ ഓൺ 2വിൽ കിട്ടുന്ന എക്സിൻ്റെ വാല്യൂവിനെയാണ് നമ്മൾ ഇൻവേഴ്സായിട്ട് എടുക്കുക. ഇനി കോമ്പോസിഷൻ വച്ചിട്ടുള്ളൊരു പ്രോബ്ലം ചെയ്യും. കൺസിഡർ ദ ഫംഗ്ഷൻ എഫ് ഫ്രം n to n and g n to n h n to r. n നാച്ചുറൽ നമ്പേഴ്സാണ്, r റിയൽ നമ്പേഴ്സാണ്. ഡിഫൈൻഡ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2x, ജി ഓഫ് വൈ 3y + 4, എച്ച് ഓഫ് ഇസഡ് സൈൻ ഇസഡ്. നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എച്ച് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് ഈക്വൽ ടു എച്ച് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ്. അപ്പോൾ ഇവിടെ നമ്മൾ എച്ച് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ആദ്യം കാണേണ്ടത്. അപ്പോൾ എച്ച് ഒരു ഫംഗ്ഷൻ, ജി കോമ്പോസിഷൻ രണ്ടാമത്തെ ഫംഗ്ഷൻ. അപ്പോൾ അതിൻ്റെ കോമ്പോസിഷൻ എടുക്കുമ്പോൾ എച്ച് ഓഫ് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ആണെന്ന് കിട്ടും. വീണ്ടും ആ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സിനെ മാറ്റി ജി ഓഫ് എഫ് ഓഫ് എക്സ് ആക്കാം. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2x ആണ്, അതവിടെ കൊടുക്കുന്നു. അപ്പോൾ എച്ച് ഓഫ് ജി ഓഫ് 2x. ഇനി നമുക്ക് ജി ഓഫ് 2x അടുത്ത് എഴുതേണ്ട. നമുക്കറിയാം ജി ഓഫ് വൈ എന്ന് പറയുന്നത് 3y + 4 ആണ്. ആ വൈക്ക് പകരം 2x കൊടുക്കുക. അന്നേരം എന്താ കിട്ടുക? എച്ച് ഓഫ് 3 × 2x + 4. 3 × 2x 6x ആകും. 6x + 4 ആയി. ഇനി എച്ച് ഓഫ് 6x + 4. എച്ച് ഓഫ് ഇസഡിന് പകരം ഏത് കൊടുക്കുക? 6x + 4. അപ്പോൾ നമുക്ക് ഏത് കിട്ടും? സൈൻ ഓഫ് 6x + 4. ഇനി നമ്മൾ കാണേണ്ടത് എച്ച് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ്. അപ്പോൾ ഇവിടെ എച്ച് കോമ്പോസിഷൻ ജി ഒരു ഫംഗ്ഷൻ, എഫ് രണ്ടാമത്തെ ഫംഗ്ഷൻ. ഇതിനെ നമുക്ക് മാറ്റി എച്ച് കോമ്പോസിഷൻ ജി ഓഫ് എഫ് ഓഫ് എക്സ് ആക്കാം. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സിന് 2x കൊടുക്കുന്നു. എച്ച് കോമ്പോസിഷൻ ജി എടുക്കുമ്പോൾ എച്ച് ഓഫ് ജി ഓഫ് 2x എന്ന് എഴുതാം. ഇനി ജി ഓഫ് 2xൻ്റെ ആൻസർ എഴുതുന്നു. 3 × 2x + 4, അത് 6x + 4 ആയി. എച്ച് ഓഫ് 6x + 4 എന്ന് പറയുമ്പോൾ സൈൻ 6x + 4. അപ്പോൾ ഇവിടെ നമുക്ക് എച്ച് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫിൻ്റെ ആൻസറും സൈൻ 6x + 4 ആണ്. എച്ച് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫിൻ്റെ ആൻസറും സൈൻ 6x + 4 ആണ്. അപ്പോൾ ആ രണ്ട് ഫംഗ്ഷൻ എന്താവും? ഈക്വൽ ആവും. ഏതൊക്കെ? എച്ച് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫും എച്ച് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ്. അപ്പോൾ നമ്മൾ ഇന്ന് കോമ്പോസിഷൻ വച്ച് എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക എന്നും ഇൻവേർട്ടിബിൾ എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. അടുത്ത 3 ഫംഗ്ഷൻ്റെ കോമ്പോസിഷൻ ചെയ്യാനും നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലംസ് ഇനി നിങ്ങൾക്ക് അസൈൻമെൻറ്റായിട്ട് ഇട്ട് തരാം. നിങ്ങൾ ചെയ്യുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ തന്നെ നിങ്ങളത് ചോദിക്കുക. താങ്ക് യു.